ഓം ശ്രീ മഹാദേവേ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. നമ്മൾ ഇന്ന് 76-ാമത്തെ ശ്ലോകം അർത്ഥം പറയുന്നു. 241 നാമം. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞ പാലിനി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത. ക്ഷേത്രസ്വരൂപ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം സ്വരൂപമായവൾ. ക്ഷേത്ര ശബ്ദം ശരീരത്തെ കുറിക്കുന്നു. ക്ഷേത്രം എന്നത് ശരീരം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അതായത് ഓരോ ജീവശരീരവും ജഡശരീരം പോലും ദേവി തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരണം ദേവിയാകുന്ന ശക്തിയാണ് ഓരോ വസ്തുവിനെയും അതായി നിലനിർത്തുന്നത്. അപ്പോൾ ക്ഷേത്രം സ്വരൂപമായവൾ എന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെ സ്വരൂപമായി തീർന്നവൾ. പിന്നെയോ ക്ഷേത്രേശി എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഈശ്വരിയായവൾ. അതായത് ജീവാത്മാവ് ശരീരങ്ങൾക്കെല്ലാം അധീശയാണ്. ദേവി എന്നതിനാൽ ശരീരത്തെ നിയന്ത്രിക്കുന്നതും ശരീരത്തിൻ്റെ പുഷ്ടി, പോഷണം, ക്ഷയം, നാശം എല്ലാം നിയന്ത്രിക്കുന്നതും ദേവി തന്നെ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഈശ്വരി. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി എന്ന് പറയുമ്പോൾ എല്ലാ ക്ഷേത്രത്തിനും എല്ലാ ശരീരങ്ങൾക്കും ഈശ്വരിയായവൾ. നേരത്തെ പറഞ്ഞല്ലോ, ജീവാത്മാവിനും ജഡമായ ആത്മാവിനും വരെ ജഡമായ ശരീരത്തിനും വരെ ദേവിയാണ് അതിനെ നിലനിർത്തുന്നതും ശക്തി പകരുന്നതും. അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഈശ്വരിയായവൾ, അതായത് ജീവാത്മാവ്, ശരീരങ്ങൾക്കെല്ലാം അധീശയാണ് ദേവി എന്നതിനാൽ ശരീരത്തെ നിയന്ത്രിക്കുന്നതും ശരീരത്തിൻ്റെ പുഷ്ടി, പോഷണം, ക്ഷയം, നാശം എല്ലാം നിയന്ത്രിക്കുന്നത് ദേവി തന്നെ എന്നർത്ഥം. പിന്നെ ക്ഷേത്രജ്ഞ പാലിനി. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിപാലിക്കുന്നവൾ. ക്ഷേത്രം നേരത്തെ പറഞ്ഞു ശരീരം. ശരീരം ജഡവും ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞ ജീവനും. അപ്പോൾ ശരീരം ജഡമാണ്, ആ ശരീരത്തിനുള്ളിലുള്ള ജീവനാണ് ചൈതന്യം. ചൈതന്യ വസ്തുവാണത്. ഒരേ സമയം രണ്ടിനെയും എങ്ങനെ പരിപാലിക്കും? പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് രണ്ടും ആവശ്യമാണ്. ശരീരവും വേണം, ശരീരത്തിനുള്ളിൽ ജീവനും വേണം. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ബാധകമായത്. അപ്പോൾ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ ഭാവത്തിലാണ്, ഈ അദ്വൈത ഭാവത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ഒന്നായി തീരുന്നു. ശരീരവും ജീവനും ഒന്നിച്ചു നിൽക്കുന്നു. അങ്ങനെയാണ് അതിന് അദ്വൈത ഭാവം വരുന്നത്. ദ്വൈതമാണ് എന്ന് പറയുമ്പോൾ ശരീരം ഒന്ന്, ജീവൻ മറ്റൊന്ന്. ജീവൻ ചൈതന്യവത്തായ ഒരു വസ്തു, ശരീരം അതിൻ്റെ ഒരു പുറന്തോട് മാത്രം. അങ്ങനെയാണ് ക്ഷേത്രജ്ഞൻ എന്നുകൂടെ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രജ്ഞ പാലിനി. ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞനെയും ജീവനെയും ആ ജീവൻ ഉൾക്കൊള്ളുന്ന ശരീരത്തെയും പാലിക്കുന്നവൾ ആണ് ദേവി. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ദേവിയുടെ അദ്വൈത ഭാവങ്ങളിലൂടെ ആണ് എന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ വ്യംഗ്യാർത്ഥമാണ് ഇങ്ങനെ പറയുന്നത്. കർമാനുഷ്ഠാനത്തിൽ ഏർപ്പെടുന്നത് ജീവനാണ്, അത് സാധ്യമാക്കുന്നത് ദേവീ ശക്തിയാണ് എന്നുകൂടി നമുക്ക് പറയാൻ കഴിയും. പിന്നെ അതിനുശേഷം ക്ഷേത്രജ്ഞ പാലിനി കഴിഞ്ഞിട്ട് ക്ഷയവൃദ്ധി വിനിർമുക്ത. അടുത്ത ശ്ലോകത്തിൽ അടുത്ത വരിയിൽ പറയുന്നത് ക്ഷയവൃദ്ധി വിനിർമുക്ത. നാശമോ വളർച്ചയോ ഇല്ലാത്തവൾ. ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം, വൃദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ച. രണ്ടിൽ നിന്നും വിനിർമുക്തയാണ്. ഇത് രണ്ടും ഇല്ലാത്തവളാണ്, അതിൽ നിന്നും മുക്തയായവളാണ് ദേവി. ക്ഷയവും വൃദ്ധിയുമില്ല. ക്ഷയവൃദ്ധി വിനിർമുക്ത. ഓരോ ജീവനിലും ഉള്ള ചൈതന്യം നശിക്കുന്നില്ല, ജീവനിലെ ചൈതന്യം മാറുന്നില്ല, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ വിശ്വാസം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും ഉൽപ്പത്തിയും വിനാശവും ദേവി അറിയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനം ദേവിയെ ബാധിക്കുന്നില്ല. ദേവി അതിൽ നിന്നെല്ലാം മുക്തയാണ്.
നേരത്തെയും പറയുന്നുണ്ടല്ലോ, ഉൽപ്പത്തിയും നാശവും ഒന്നും ദേവിയെ ബാധിക്കുന്നില്ല, ദേവി അതിന് അതീതയാണ്. ഇവിടെയും അതുതന്നെയാണ്, ക്ഷയത്തിനും വൃദ്ധിക്കും അതീതയാണ് ദേവി. പിന്നെ ക്ഷേത്രപാല സമർച്ചിത, ക്ഷേത്രപാലനാൽ, സംസാരിയായ ജീവനാൽ, സമർച്ചിത സമ്യക്കാകും വണ്ണം നല്ലതുപോലെ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. അപ്പോൾ ജീവൻ, സംസാരിയായ ജീവനാൽ വളരെ നല്ലതുപോലെ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അത് സംബന്ധിച്ച് പ്രത്യേകമായ ഒരു കഥയുണ്ട്. ക്ഷേത്രപാലൻ ശിവന്റെ തന്നെ ഒരു മൂർത്തിയാണ്. ദേവി ഭദ്രകാളി രൂപം സ്വീകരിച്ച് ദാരുകാദി ദുഷ്ടരെ നിഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം ആ രൗദ്രഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്തു. രൗദ്രഭാവം മാറുന്നില്ല. ഭദ്രകാളിയുടെ വേഷത്തിൽ ദേവി ഈ ദുഷ്ടമൂർത്തികളെ വധിച്ചു, ദാരുകാദി ദുഷ്ടമൂർത്തികളെ വധിച്ചു കഴിഞ്ഞിട്ട് ദേവിയുടെ രൗദ്രഭാവം മാറുന്നില്ല. അപ്പോൾ ദേവിയുടെ ആ ഭയങ്കരമായ ക്രോധഭാവം കണ്ട് ദേവന്മാരൊക്കെ ഭയന്നു. എന്ത് ചെയ്യുന്നായി. ദേവിയെ തണുപ്പിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വിശ്വരൂപത്തിൽ ഇങ്ങനെ ഭദ്രകാളിയുടെ രൗദ്രഭാവം മുഴുവൻ ദേവിയിലുണ്ട്. അപ്പോൾ ഈ ദേവിയുടെ ക്രോധാഗ്നിയിൽ ലോകം മുഴുവൻ വെന്തുപോകും എന്ന് പോലും തോന്നിപ്പോയി. അപ്പോൾ ദേവിയെ ശാന്തയാക്കാൻ ശിവൻ ഒരു ശിശുവിൻ്റെ രൂപമെടുത്ത് ദേവിയുടെ മുന്നിൽ കിടന്ന് കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, ദേവി ഇങ്ങനെ ചാടി ഓടി വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ആ വഴിയിൽ കാല് വയ്ക്കുന്നിടത്ത് തന്നെ ഒരു കൊച്ചു കുഞ്ഞ് കിടന്ന് കരയുകയാണ്, നിർത്താതെ കരയുന്നു. അതിൻ്റെ പടമൊക്കെ കണ്ടിട്ടുണ്ടാവും. ദേവി ദേവന്മാരുടെ പടങ്ങളൊക്കെ ഉള്ളതിൽ ഇങ്ങനെ കാളി രൂപത്തിൽ ഇങ്ങനെ രൗദ്രഭാവത്തിൽ ദേവി കാലെടുത്ത് വയ്ക്കുന്നിടത്ത് ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നു, വായു തുറന്നിങ്ങനെ കരയുന്ന ഒരു പടം നമുക്ക് കാണാറുണ്ട്. നമ്മളിങ്ങനെ പുരാണ പടങ്ങളൊക്കെ ദേവി ദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്തൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു ശിശുവിൻ്റെ രൂപമെടുത്ത് ശിവനാണ് ദേവിയെ തണുപ്പിക്കാൻ മുന്നിൽ കിടന്ന് കരഞ്ഞു. പെട്ടെന്ന് ഉള്ളിലെ മാതൃഭാവം ഉണർന്നു ദേവിയുടെ. ദേവി കാരുണ്യത്തോടു കൂടി ആ ശിശുവിനെ വാരിയെടുത്ത് സ്തന്യപാനം ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. ആ ശിശു ദേവിയുടെ ക്രോധത്തെ മുലപ്പാലിലൂടെ പാനം ചെയ്ത് തീർത്തു. പാലാഴി മഥനത്തിൽ ഹലാഹലം എന്ന് പറയുന്ന വിഷം, ആ വിഷത്തെ ഇതുപോലെ ശിവനാണ് പാനം ചെയ്ത് നിർവീര്യമാക്കിയത് ഭഗവാൻ. ഇവിടെ ശിശു സ്വരൂപം സ്വീകരിച്ച ഭഗവാനാണ് ക്ഷേത്രപാലൻ. അപ്പോൾ ദേവിയുടെ ക്രോധമായ ആ ഹലാഹല വിഷം തന്നെ പറയാം, ആ വിഷത്തെ ശിശുവിൻ്റെ രൂപത്തിൽ പാനം ചെയ്തതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ക്ഷേത്രപാലനാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് പറയുമ്പോൾ ദേവിയുടെ പതിയാണ് ദേവൻ, പരമശിവൻ, കാമേശ്വരൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഭർത്താവിനാൽ ആരാധിക്കപ്പെടുന്നവളാണ്, പൂജിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 77-ാമത്തെ ശ്ലോകം, വിജയ വിമല വന്ദ്യ വന്ദാരുജന വത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡല വാസിനി. അടുത്ത വിശേഷണാണ് വിജയ, എല്ലായ്പ്പോഴും വിജയിക്കുന്നവൾ. ഏത് സംരംഭം വിജയിക്കണമെങ്കിലും ദേവിയുടെ അനുഗ്രഹം വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ദേവിയെ പൂജിച്ചുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുന്നു. ആ സംരംഭം വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദേവിയെ പ്രകീർത്തിച്ച് പൂജിച്ച് അത് തുടങ്ങുന്നത്. അപ്പോൾ അത് ദേവി വിജയ എന്ന പേര് ദേവിക്ക് നേടിയെടുത്തിട്ട് ദേവി പത്മപുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. വേറെ ഒന്ന്, പത്മാസുരനെ വധിച്ചപ്പോഴാണ് ദേവിക്ക് വിജയ എന്ന് പേര് കിട്ടിയതെന്ന് പറയുന്നു. എല്ലായ്പ്പോഴും വിജയിക്കുന്നവൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏത് സംരംഭം വിജയിക്കണമെങ്കിലും ദേവിയുടെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ദേവിക്ക് വിജയ എന്ന് പറയുന്നുണ്ട്. പത്മാസുരനെ വധിച്ചപ്പോൾ ലഭിച്ച നാമമാണ് എന്ന് പത്മപുരാണത്തിലും പറയുന്നു. പിന്നെ വിമല, പരിശുദ്ധ, അജ്ഞാനം എന്ന കളങ്കമേശാത്തവൾ. ഇവിടെ പരിശുദ്ധി എന്തിലാണ്? ആ അജ്ഞാനം ഒരു കളങ്കമാണെങ്കിൽ ആ കളങ്കം ദേവിയിൽ ഏറ്റിട്ടില്ല. ദേവി ജ്ഞാന സമൃദ്ധയാണ്.
എന്ന് മാത്രമല്ല തന്നെ ഭജിക്കുന്നവരെ അജ്ഞാനമാകുന്ന മാലിന്യം അകറ്റി ശുദ്ധജ്ഞാന സ്വരൂപമാക്കുന്നവളാണ് ദേവി. ആ അജ്ഞാനമാകുന്ന കളങ്കത്തെ തൻ്റെ ഭക്തരിൽ നിന്ന് നീക്കം ചെയ്ത് അവരെ ശുദ്ധജ്ഞാന സ്വരൂപമാക്കുന്നത് ദേവിയാണ്. വിമല കഴിഞ്ഞ വന്ധ്യ. വന്ധ്യ വന്ദിക്കപ്പെടാൻ യോഗ്യയായവൾ. ത്രിമൂർത്തികളാൽ പോലും വന്ദിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് പറയുന്നുണ്ട്. വന്ദാരുജന വത്സല. ഈ വത്സല എന്നുള്ളത് സംസ്കൃതത്തിൽ പറയുമ്പോൾ വത്സല എന്നാണ് പറയുന്നത്. വന്ദാരുജന വത്സല. വന്ദാരുജനം എന്ന് പറഞ്ഞാൽ വന്ദിക്കുന്ന ജനം. വന്ദിക്കുന്ന ഭക്തജനങ്ങളിൽ വാത്സല്യമുള്ളവൾ എന്ന് പറയാം. ദേവിയുടെ വാത്സല്യം യഥാർത്ഥ ഭക്തരിൽ നിർലോഭം എത്തുന്നു എന്ന് സാരം. വന്ദാരുജന വത്സല. വാഗ്വാദിനി വാമകേശി. അടുത്ത വിശേഷണം വാക് രൂപത്തിൽ എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നവൾ. വാഗ്വാദിനി എന്ന് പറഞ്ഞാൽ വാഗീശ്വരി എന്നൊക്കെ പറയാം നമുക്ക്. വാക്ക് രൂപത്തിൽ, ആ രൂപത്തിൽ, വാണി രൂപത്തിൽ, വാണീദേവി എന്നൊക്കെ പറയുന്നു. വശിന്യാദി വാഗ്ദേവതകളാണ് ദേവി ഭണ്ഡാസുര നിഗ്രഹം കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ദേവിയെ പുകഴ്ത്തി സഹസ്രനാമം ചൊല്ലി ദേവിയെ പുകഴ്ത്തിയത് ഈ വാഗ്ദേവതകളാണ്. വശിന്യ, കാമേശ്വരി തുടങ്ങിയ വാഗ്ദേവതകളാണ്. അപ്പോൾ വാഗ്രൂപത്തിൽ എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. വാഗ്ദേവതകൾ അങ്ങനെ ദേവിയെ നാമാലാപനത്തിലൂടെ സ്തുതി ചെയ്തപ്പോൾ ആ വാഗ്ദേവതകളെ അനുഗ്രഹിച്ചു. സന്തുഷ്ടയായ ദേവി അവരെ അറിഞ്ഞനുഗ്രഹിച്ചു. അങ്ങനെ വാണീദേവിയുടെ രൂപത്തിലും അനുഗ്രഹം ചൊരിയുന്നത് ദേവിയാണ് എന്ന് സാരം. വാമകേശി. മനോഹരമായ കേശമുള്ളവൾ. വാമം എന്ന് പറയുമ്പോൾ മനോഹരം എന്നാണ് അർത്ഥം. കേശം തലമുടി. മനോഹരമായ കേശമുള്ളവൾ. വാമക ഈശൻ. അതിന് മറ്റൊരർത്ഥമുണ്ട്. വാമക ഈശൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ നാഥൻ. വാമകം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയാണ്. മനുഷ്യരുടെ നാഥൻ എന്ന അർത്ഥത്തിൽ ഇവിടെ ആ വാമകൻ ശിവനാണ്. വാമകേശി എന്ന് പറഞ്ഞാൽ വാമകേശന്റെ പത്നി. അങ്ങനെയാണ് വാമകേശി ദേവി എന്ന് സൂചിപ്പിക്കുന്നത്. അടുത്തത് വന്യമണ്ഡലവാസിനി. വന്നി എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. വന്യമണ്ഡലവാസിനി. വന്യമണ്ഡലത്തിൽ വസിക്കുന്നവൾ. അഗ്നിയിൽ നിന്നാണ് ദേവി ഉത്ഭവിച്ചത്. ദേവി ആ ഹോമം നടത്തിയ യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വരികയാണ് ചെയ്തത് ഭണ്ഡാസുര നിഗ്രഹത്തിന് വേണ്ടി. അപ്പോൾ വന്യമണ്ഡല വാസിനി. ഇതിനു മുൻപുള്ള ശ്ലോകത്തിൽ ഭാനുമണ്ഡല മധ്യഗ എന്ന് പറയുന്നുണ്ട്. സൂര്യമണ്ഡലത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇവിടെ അഗ്നിമണ്ഡലത്തിന്റെ മധ്യത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. വന്യമണ്ഡല വാസിനി. തന്ത്രശാസ്ത്രമനുസരിച്ച് മൂലാധാരത്തിലുപരി പരമാകാശത്തിലും ഈ വന്യമണ്ഡലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ മുകളിൽ പല തട്ടുകളിലായിട്ട് ദേവിയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് പറയുന്നു. മൂലാധാരത്തിലും അതിനുപരിയായ ആകാശത്തിലും വന്യമണ്ഡലം സ്ഥിതി ചെയ്യുമ്പോൾ അവിടെയെല്ലാം ദേവിയുടെ സാന്നിധ്യമുണ്ട്. ഈ രണ്ട് മണ്ഡലങ്ങളിലും ദേവിയുടെ ചൈതന്യ സ്വരൂപിണിയായി ദേവി വിരാജിക്കുന്നുണ്ട്. ഭൗതിക തലത്തിൽ വന്നി 3 തരത്തിലാണ്. ആ അഗ്നിയെ വിഭജിച്ചിരിക്കുന്നത് 3 ആക്കിയാണ്. ഒന്ന് ദക്ഷിണാഗ്നി. ദക്ഷിണാഗ്നി എന്ന് പറയുന്ന തെക്ക് ദിക്കിലെ അഗ്നി, അത് ചിതാഗ്നിയാണ്. ചിത എരിയുമ്പോൾ ഉണ്ടാകുന്ന അഗ്നിയാണ് ദക്ഷിണാഗ്നി. പിന്നെ ആവഹനീയ അഗ്നി, ആവഹനം ചെയ്യുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ യാഗശാലയിൽ എരിയുന്നത് ഈ അഗ്നിയാണ്. ആവഹനം ചെയ്യുന്നു, ആവാഹിക്കുന്ന അഗ്നിയാണ് യാഗശാലയിൽ. പിന്നെ 3ാമത്തെ ഗാർഹപത്യാഗ്നി, അതായത് ഗൃഹത്തിൽ എരിയുന്ന അഗ്നി. നമുക്ക് ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി എരിയുന്ന അഗ്നിക്കാണ് 3ാമത്തെ ഗാർഹപത്യാഗ്നി എന്ന് പറയുന്നത്. ഈ 3ലും ജ്വലിക്കുന്ന അഗ്നി ഒന്നു തന്നെയാണ് എങ്കിൽ ആ 3ലും ജ്വലിക്കുന്ന ശക്തി ദേവി ചൈതന്യമാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതെല്ലാമാണ് ദേവി 77ാമത്തെ ശ്ലോകത്തിൽ വരെ ഈ വിശേഷണങ്ങളുണ്ട്. ഇനിയും ദേവിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇനിയും മുന്നോട്ടുണ്ട്. അത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം.
ഓം ശ്രീ മഹാദേവി നമഃ.